ഓം അഗത്തീശ്വരായ നമഃ. എല്ലാവർക്കും വണക്കം. ഞാൻ വിനയൻ ഗുരുക്കൾ. നമ്മൾ ഇന്ന് നോക്കാൻ പോണത് ചില കമന്റ്സിനുള്ള മറുപടിയാണ്. അത് നിങ്ങൾക്കുള്ള ആൻസർ ആണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അസ്ട്രോളജിക്കൽ ആയിട്ടുള്ള കമന്റ്സിനാണ് ഞാൻ മറുപടി തരാൻ പോണത്. ഒരു കമന്റ് ഇങ്ങനെയാണ്: സാർ, യൂട്യൂബ് തുറന്നാൽ കാണാം വ്യാഴം രാശി മാറുന്നു, ഒരു രാശിക്ക് ഭയങ്കര ലാഭം, സൂര്യൻ ഇടവത്തിലേക്ക് മാർഷ് മാറുന്നു എന്നൊക്കെ. നിങ്ങളുടെ വീഡിയോ കണ്ടാൽ തോന്നും നമുക്ക് ജനിക്കുന്നതിന് മുൻപ് വേണ്ട രാശി സെലക്ട് ചെയ്യാമെന്ന്. ജനിക്കുമ്പോൾ ഗ്രഹങ്ങൾ എവിടെയെങ്കിലും വേണ്ടേ? ഇദ്ദേഹം, ഞാൻ പേര് പറയുന്നില്ല, ഇദ്ദേഹം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്തെന്നാൽ, പല യൂട്യൂബേഴ്സും തന്നെ രാശി മാറുന്നതിന്റെ ഫലങ്ങളൊക്കെ ഇടാറുണ്ട്. എന്തുകൊണ്ട് നമ്മൾ അത് ചെയ്യാത്തതെന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് പരിഗണിക്കാം. രണ്ടാമത്തെ കാര്യം, ഒരാൾ ജനിക്കുമ്പോഴേ അവർക്ക് വേണ്ടുന്ന രാശി സെലക്ട് ചെയ്യാമെന്ന് ഞാൻ പറയുന്നത് കേട്ടാ തോന്നുന്നു. ഗ്രഹങ്ങളെയൊക്കെ നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ സെലക്ട് ചെയ്യാമെന്ന് തോന്നുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഞാൻ പറയുന്നുണ്ടെന്ന്, എൻ്റെ വാചകം കേട്ടാൽ അങ്ങനെ തോന്നുമെന്ന്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് അത് മാത്രം വായിക്കാം. നിങ്ങളുടെ വീഡിയോ കണ്ടാൽ തോന്നും നമുക്ക് ജനിക്കുന്നതിന് മുമ്പ് വേണ്ട രാശി സെലക്ട് ചെയ്യാമെന്ന്. അതായത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണം. എൻ്റെ വീഡിയോ കണ്ടാൽ തോന്നും ജനിക്കുന്നതിന് മുമ്പേ രാശി സെലക്ട് ചെയ്യാമെന്ന്. ജനിക്കുമ്പോൾ ഗ്രഹങ്ങൾ എവിടെയെങ്കിലും വേണ്ടതെന്ന് ചോദിക്കുന്നത്. ഇതിനെപ്പറ്റി കുറച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോണത്. ഇത് ഞാൻ ശരകലെ പഠിപ്പിക്കുമ്പോൾ പറയാറുള്ള കാര്യമാണ്. ഞാൻ ഒത്തിരി പേരെ ശരകല പഠിപ്പിച്ചിട്ടുണ്ട്. ഒത്തിരി ജ്യോത്സ്യന്മാരെയും മാന്ത്രികന്മാരെയും താന്ത്രികന്മാരെയും കളരി ഗുരുക്കന്മാരെയും ഡോക്ടർമാരെയൊക്കെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. എല്ലാവരെയും പഠിപ്പിക്കുന്നതല്ല. ഇപ്പോഴും ഓൺലൈൻ ക്ലാസ് ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വന്ന് എൻക്വയറി ചെയ്യാം. സെലക്ട് ചെയ്യണമെന്ന് ഉറപ്പില്ല. അപ്പൊ അതിൽ ഞാൻ പറയാറുണ്ട്, അതിൻ്റെ ഒരു ടോപ്പിക്ക് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെത് അതായത് ഉച്ചയ്ക്ക് കീഴെ ഉണ്ണാക്കിൻ മേലെ ഇരിക്കുതടി സ്വാതി. സ്വാതി നക്ഷത്രമല്ല, ജ്യോതി ഇരിപ്പതടി എന്നാണ് പറയുന്ന. ഇത് എൻ്റെ അമാനുഷിക ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാനലിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ കാണാം. ഉച്ചയ്ക്ക് കീഴെ, ഈ ഉച്ചയ്ക്ക് ഇവിടെ ഒരു വർമ്മസ്ഥാനമുണ്ട്. തമിഴിൽ കൊണ്ടാക്കൊല്ലി എന്നും, കുറച്ചും കൂടി സൂക്ഷ്മമായിട്ട് പറഞ്ഞാൽ കോലമണി നാരായണ മാസൽ എന്നൊക്കെ പറയുന്ന ഇടങ്ങൾ ഉണ്ട് കളരിയിൽ. അപ്പൊ നിങ്ങൾ എന്റെ കളരിയുടെ ചാനൽ കണ്ടിട്ടുള്ള എങ്കിൽ കളരിയോട് താല്പര്യമുള്ളവർ പോയി കാണാം. കേരളത്തിൽ തന്നെ വൺ ഓഫ് ദ ഫസ്റ്റ്സ് ആദ്യമേ ഉള്ള കളരിയുടെ ചാനലുകൾ ഏറ്റവും ഫേമസ് ആയ ഒരു ചാനലാണ് നമ്മുടേത്. നമ്മളാണ് കൂടുതൽ മർമ്മസ്ഥാനങ്ങൾ ആദ്യം തന്നെ തുറന്ന് തന്നെ യൂട്യൂബിലൂടെ ഇട്ട് തുടങ്ങിയത്. അപ്പൊ അതില് ഒത്തിരി പേരെ, എത്ര കളരി ഗുരുക്കന്മാരെ നമ്മൾ കളരിക്കാരെയും കളരി പഠിതാക്കളെയും ട്രെയിനേഴ്സിനൊക്കെ വർമ്മം പഠിപ്പിക്കുകയും ചെയ്തു. വർമ്മത്തില് കോലമണി നാരായണ വാസല്. ഇവിടെ ഈ ത്രികൂട മർമ്മം, തിലർദക്കാലം എന്ന് പറയുന്ന മർമ്മസ്ഥാനം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ കാലാങ്കാനി വരാങ്കമാനനപുരോ എന്ന് പറയുന്ന ഹോരാവചനം വെച്ച് നോക്കുമ്പോഴും ഇവിടെ നിന്നിട്ട് എനർജി എവിടെയൊക്കെ ഫോം ആവുന്നു, ചക്രങ്ങള് ഏത് ഒക്കെ നക്ഷത്രങ്ങളാണ്, രാശികളാണെന്നൊക്കെ അതിൽ വരും. നിങ്ങൾക്കറിയായിരിക്കും മൂല നക്ഷത്രം മൂലാധാരമെന്നും ചോതി നക്ഷത്രം സ്വാധിഷ്ഠാനമെന്നും അങ്ങനെ എല്ലാത്തിനും ഓരോ കണക്ക് ഉണ്ട്. അത് മർമ്മശാസ്ത്രത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 27 നക്ഷത്രങ്ങൾക്ക് 27 മർമ്മസ്ഥാനങ്ങളും 6 ആധാരങ്ങൾക്ക് 6 രാശിയും മണ്ഡലങ്ങളും ഒക്കെ ഉണ്ട്. 12 രാശികൾ വരുന്ന 12 മണ്ഡലങ്ങളും ഒക്കെ കണക്കാക്കുന്ന രീതികളും, പടുവർമ്മം 12 ആണെങ്കിൽ രാശികൾ 12 എന്നൊക്കെ കണക്കുണ്ട്. പറഞ്ഞു വന്നത്, ഉച്ചയ്ക്ക് കീഴെ ഉണ്ണാക്കിൽ മേലെ ഇരിക്കതടി ജ്യോതി. ഉണ്ണാക്കെന്ന് പറഞ്ഞാൽ എവിടെയായിട്ട് വരും? ഉണ്ണാക്കിന്റെ മുകളിൽ. അത് മഹാ അടങ്കലാണ്. ഒരാള് ശ്വാസം കെട്ടുകിടക്കുകയാണെങ്കിലും ആധാരമാകുന്ന ആധാരടങ്കലിൽ പാമ്പ് വിരലെ മേലോട്ട് അഴുത്തി തള്ളി വലിച്ചാൽ പ്രാണൻ ഓടുമെന്നാണ് കണക്ക്, ബോധം കെട്ട് കിടക്കുന്നവരെ. അപ്പൊ ഈ ഇരിക്കുന്ന ഈ സ്ഥാനം, ജ്യോതി എന്ന് പറയുന്ന ആത്മ,
ഈ ആത്മാവിന്റെ പ്രഭാവം കൊണ്ട് ബ്രെയിൻ വർക്ക് ചെയ്യുന്നതാണ് നമ്മളുടെ ഒരു കണക്ക്. ഇത് എന്റെ അഭിപ്രായമായിട്ട് വേണമെങ്കിൽ നിങ്ങൾ എടുത്താൽ മതി. നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇഗ്നോർ ദാറ്റ്. ഇഗ്നോർ എന്ന് പറഞ്ഞാൽ കണക്കിലെടുക്കണ്ട ഞാൻ പറയുന്നത്. ഇതെല്ലാവരും കണക്കിലെടുക്കണം ഞാൻ പറയില്ല. അപ്പോൾ ഈ ഒരു എനർജി ഫീൽഡ് അത് നിങ്ങളുടെ ആത്മാവാണ്. ആത്മാവിന്റെ ഈ ആത്മാവാവുന്ന ജ്യോതി തെളിഞ്ഞിട്ടാണ് ബ്രെയിൻ വർക്ക് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ആ ജ്യോതി അടങ്ങുമ്പോഴത്തേക്കും ഓർമ്മ കുറയും. ഓർമ്മ കുറയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഉറങ്ങുന്ന സമയത്ത് ജ്യോതി അടുക്കും. ഉണരുമ്പോൾ ജ്യോതി വീണ്ടും പ്രകാശിച്ചു വരും. അപ്പോ വേണമെങ്കിൽ ഹാർഡ്വെയർ ആണെന്നൊക്കെ പറഞ്ഞാലും ജ്യോതിയാണ് ഇവിടെ ഇമ്പോർട്ടന്റ്. ആ ജ്യോതിക്ക് പ്രവർത്തിക്കാൻ വേണ്ടുന്നുള്ള അവയവമാണ് ബ്രെയിൻ എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ എടുക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ജന്മത്തിലുള്ള എല്ലാ മെമ്മറീസും ആ ആത്മാവിന്റെ പെരിഫറൽ ഉപരിതലത്തിൽ ഉള്ള ലെയറിൽ ഉണ്ടാവും. ഈ ജന്മത്തിലെ ഓരോ നിങ്ങൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങളും ഓരോ ലെയറുകളായിട്ടാണ് ചുറ്റപ്പെടുന്നത്. ഇവിടെ നിങ്ങളുടെ തലയിൽ 12 രാശികളുണ്ട്. അതിൽ വരുന്ന 9 ഗ്രഹങ്ങളും നവഗ്രഹങ്ങളും ബാക്കിയുള്ള ഉപഗ്രഹങ്ങളടക്കം രാഹു, കേതു, ഗുളികൻ, യമകണ്ഠൻ, മറ്റും മറിച്ചത് എല്ലാം അടക്കം ഇവിടെ പൊസിഷൻസ് തലയിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇതൊരു സെക്ടേഴ്സ് ആയിട്ട് തിരിച്ചാൽ മതി. എനർജി സ്റ്റോർ ചെയ്യുന്നത് നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ടോ? ഫ്രണ്ടൽ റീജിയൻ, ഓക്സിപിറ്റൽ റീജിയൻ, പറൈറ്റൽ റീജിയൻ, ടെമ്പറൽ റീജിയൻ എന്നൊക്കെ പറഞ്ഞ ബ്രെയിൻ്റെ ഓരോ റീജിയൻ ഉണ്ട്. ഓരോരോ റീജിയനിലാണ് ഓരോരോ ശരീരത്തിന്റെ അവയവത്തിനുള്ള കൺട്രോള്. ഓരോ തിങ്കിങ് പാറ്റേൺ പോലും ഓരോ ഇതാണ്. നമ്മൾ സൈക്കോളജിയിൽ പഠിക്കുമ്പോൾ ഓരോ ടൈപ്പ് ഓഫ് ഇന്റലിജൻസ് ഉണ്ട്. സ്പേഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഇത് പലതിനെ അളക്കുവാനുള്ള സ്പേഷ്യൽ ഇന്റലിജൻസ്, എസ്തെറ്റിക് ഇന്റലിജൻസ്, കലാപരമായിട്ടുള്ള ബുദ്ധി, അങ്ങനെ ഓരോന്നിനും ഒരു 10-12 ടൈപ്പ് ഓഫ് പ്രധാനപ്പെട്ട ബുദ്ധികൾ തന്നെ സൈക്കോളജിസ്റ്റുകൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം, നിങ്ങൾക്ക് ഇതിനായിട്ട് ബന്ധമുണ്ടെങ്കിൽ. അല്ലെങ്കിൽ കോമൺ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ തലയിലെ പല ഭാഗങ്ങളിൽ സെഗ്മെന്റ് വൈസ് ആയിട്ടാണ് ഓരോ തോട്ട്സും സേവ് ആയിരിക്കുന്നത്. അങ്ങനെ ഗ്രഹങ്ങള് എന്ന് പറഞ്ഞാൽ തന്നെ കോൺഷ്യസ്നെസ് ആണ്, തോട്ട്സ് ആണ് എന്നെടുക്കുകയാണെങ്കിൽ, ചിന്തകളുടെ ഉൽപ്പന്നമാകുന്ന ഇടമാണെന്ന് എടുക്കുകയാണെങ്കിൽ, നിങ്ങൾ ഈ ജന്മത്തിൽ ചെയ്തിട്ടുള്ള ഓരോ പ്രവൃത്തികളും ഓരോ ലെയറിലായിട്ട്, ഓരോ സെക്ടറിലായിട്ട്, ഫ്രണ്ട് ഇപ്പൊ വലത്തെ കണ്ണ് സൂര്യൻ, ഇടത്തെ കണ്ണ് ചന്ദ്രൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സെക്ടർ വേണമെങ്കിൽ രാശി, ഞാനിപ്പോ അത് പബ്ലിക്കിൽ പറയുന്നില്ല, ശരകല പഠിപ്പിക്കുമ്പോഴാണ് രാശി മണ്ഡലം എങ്ങനെയാണ് ഇരിക്കുന്നതെന്നും മൂച്ചിലൂടെ എങ്ങനെ സപ്തഗ്രഹങ്ങൾ ഓടുന്നു എന്നൊക്കെ ഉള്ളത് നമ്മൾ പഠിപ്പിക്കാറ്. അതായത് ഗ്രഹങ്ങൾ എങ്ങനെ വരുന്നു എന്ന് പഠിപ്പിക്കാറ്. ഒരു 90% ജ്യോത്സ്യന്മാർക്കും ഇതൊക്കെ അറിയണമെന്നില്ല, അറിയാവുന്ന ഒരു കുറവാണ്. ശരം നോക്കുന്നത് ഇങ്ങനെ വെച്ച് ശരം നോക്കുന്ന ആൾക്കാരാണ് ഉള്ളത്. ജ്യോതിഷേന സമാഹിതന സമയം, കാലം, ദേശം, വായുദേശമൊക്കെ നോക്കുമ്പോൾ വായുദേശം നോക്കുന്നതിന് പ്രത്യേക രീതിയൊക്കെയാണ് പലരും പിന്തുടരുന്നത്. എന്നാൽ ശരം അറിയാവുന്നവര്, മർമാണികൾ പ്രത്യേകിച്ചും, അല്ലെങ്കിൽ നല്ല ഇതിൽ ജ്ഞാനമുള്ളവർ വേറെ തരത്തിലാണ് നോക്കുന്നത്. എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ. ഒരു മെമ്മറി ലൈൻ ഈ ജന്മത്തിലെ മൊത്തം ജ്യോതിയുടെ ഏറ്റവും മുകളിലായിട്ട് ഇത് സേവ് ആവും. അതിനുശേഷം ഓരോരോ സെക്ടറായിട്ട് 12 രാശികളായിട്ട് നമ്മൾ ചെയ്ത ഓരോരോ പ്രവൃത്തികളുടെ ഓരോ ഇത് സേവ് ആവും. അപ്പൊ ചൊവ്വയുടെ ഇതിൽ സേവ് ആവുന്നതാണ് എന്ത്, നമ്മൾ ചെയ്തതായിട്ടുള്ള ക്രൂരകർമ്മങ്ങളും വളരെ റിസ്കി ആയിട്ടുള്ള കർമ്മങ്ങളും. ഇതൊക്കെ ചൊവ്വയുടെ ഇതിൽ സേവ് ആവുമെന്ന് വിചാരിക്കാം. നമ്മളുടെ ശുക്രനിൽ സേവ് ആവുന്നതാണ് നമ്മളുടെ സെക്സ്വാലിറ്റി, നമ്മളുടെ റൊമാൻസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ശുക്രനിൽ സേവ് ആവും. നമ്മളുടെ വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ബുധനിൽ സേവ് ആവും. ഇതെന്താ സംഭവിക്കുന്നത്? ലാസ്റ്റ് ലെയറിലാണല്ലോ സേവ് ആവുന്നത്. നമ്മൾ മരണപ്പെട്ട് കഴിയുമ്പോൾ ഈ ജ്യോതി അടങ്ങി ഏറ്റവും അവസാനത്തെ ലെയർ അടക്കം ഇങ്ങനെ ചുരുങ്ങി വന്നിട്ട് ആ ആത്മാവ് വേറെ ഒരു ട്രാവൽ ചെയ്ത്, ഇനിയിപ്പോ ദേവന്മാരൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് വേറെ ഇത് നിക്ഷേപിക്കുന്നതെന്ന് പറഞ്ഞാലും ഞാൻ പറയുന്ന വേറെ തരത്തിലാണ്, അതൊന്നും ഇവിടെ പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. എന്തായാലും വേറൊരു മനുഷ്യന്റെ ശുക്ലത്തിലൂടെ കടർന്ന് ഒരാത്മാവ് യോനിയിലൂടെ പ്രവേശിച്ച് അത് കോമ്പറ്റീഷൻ നടത്തി എന്ന് വേണമെങ്കിൽ പറയാം. ഓടി 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 അതാണ് ഓടി 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 ഉൾക്കലന്ത ജ്യോതിയെ നാടി 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 നാൽക്കലും കലന്തു പോയി വാടി 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 എന്നൊക്കെ പറഞ്ഞിട്ട്
ശിവവാക്യര് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വന്ന് ജനിച്ചിട്ടുള്ള നമ്മള്, അപ്പൊ നമ്മളുടെ ബ്രെയിനില്, അതായത് നമ്മുടെ ബ്രെയിനിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മാവിൽ സേവ് ആയിട്ടുള്ള ഇത് രാശികളായിട്ട് സേവ് ആയിട്ടുള്ള ഈ ജന്മത്തിലെ മൊത്തം ഗുണങ്ങൾ കൂടി ലാസ്റ്റ് ഏറ്റവും മുകളിലത്തെ ജ്യോതിയുടെ ലെയറിൽ കോൺഷ്യസ് ലെവലിലേക്ക് കടക്കും. എന്നിട്ട് നമ്മൾ പോയിട്ട് സൂക്ഷ്മലോകത്ത് ചെന്ന് പിന്നെ ബീജത്തിൽ പ്രവേശിച്ച് അണ്ഡത്തിൽ പ്രവേശിച്ച് സിക്താണ്ഡമായി ശിശുവായി പിറന്ന് ജനിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ലാസ്റ്റ് ജന്മത്തിന്റെ ആ ലെയർ എങ്ങനെയാണോ ആ മെമ്മറി ലൈൻ അവിടെ ഉണ്ടാവും. അത് ജനിക്കുന്ന സമയത്ത് വീണ്ടും സൂര്യപ്രകാശത്താൽ ഇത് ആക്റ്റീവ് ആകും. ഫസ്റ്റ് തന്നെ സൂര്യപ്രകാശത്താൽ മാത്രമല്ല, ഫസ്റ്റ് എടുക്കുന്ന വായുവിനാൽ ഇത് ആക്റ്റീവായിട്ട് അവിടെ ജാതകം ഉൽപ്പന്നമാകും. ഇതിൽ വേറൊരു സംഭവം കൂടി ഉണ്ട്. നിങ്ങളുടെ മെമ്മറി ലൈന് നിങ്ങളുടെ എനർജി ലെവലും അനുസരിച്ചിട്ടാ നിങ്ങൾക്ക് അടുത്ത ശരീരം എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഒരുവന്റെ ശരീരത്തിന്റെ അകത്തേക്ക് കൂടി കയറി പോയിട്ട് വേണ്ടേ നിങ്ങൾക്ക് അടുത്ത കുട്ടിയായിട്ട് ജനിക്കാൻ. നിങ്ങൾക്ക് ഒരു പണക്കാരന്റെ ശരീരത്തിൽ കൂടി കയറി പോകണമെങ്കിൽ അവന്റെ എനർജിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ആത്മ അംശം നിങ്ങൾക്കില്ലെങ്കിൽ ആ ശരീരത്തിലൂടെ നിങ്ങൾക്ക് കയറാൻ പറ്റില്ല. നിങ്ങൾ പാവപ്പെട്ടവന്റെ ശരീരത്തിലൂടെ കയറി ബീജത്തിൽ വെച്ച് പാവപ്പെട്ടവളുടെ അണ്ഡത്തിൽ ജന്മം കൊള്ളേണ്ടതായിട്ട് വരും. കാരണം നിങ്ങളുടെ എനർജി ലെവല്, നിങ്ങളുടെ ആ ആത്മാവിന്റെ എനർജി ലെവലിന് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഓരോരോ ഗേറ്റുകളും കടന്നു പോകാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ചെയ്തത് കർമ്മത്തിനനുസരിച്ചുള്ള ഒരു സോഫ്റ്റ്വെയർ മാതിരി ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കണം. ഇങ്ങനെ എടുക്കാം. ദൈവം തന്നെ സിസ്റ്റംസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കണം. ഈ വഴിയിലൂടെ ഇന്നവർക്ക് മാത്രം പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ മാതിരി. അപ്പൊ ഞാനിത് ഫുള്ള് വിട്ടു പറയുന്നില്ല, നിങ്ങൾ ഊഹിച്ചാൽ മതി. കാരണം ഇത് വിട്ടു പറയാൻ പറ്റിയ സബ്ജക്റ്റ് അല്ല. ഇന്ന് നമ്മൾ ശരകലെ ശിഷ്യന്മാർക്ക് മാത്രം ഉപദേശിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഊഹിച്ചെടുക്കാം. അപ്പൊ അത്തരത്തിൽ വരുമ്പോ ഗ്രഹങ്ങൾ ഓൾറെഡി കഴിഞ്ഞ ജന്മത്തിലെ പ്രവൃത്തിയുടെ ആ ഗ്രഹനിലയാണ് ഈ ജന്മത്തിൽ സ്റ്റാർട്ട് ചെയ്യണം. കണ്ടിന്യൂഷൻ ആണ്. അപ്പൊ നിങ്ങൾ എന്തൊക്കെ പ്രവൃത്തി ചെയ്തിട്ടുണ്ടോ അതൊക്കെ നിങ്ങളുടെ ഓർമ്മ ഉണ്ടാവും. നിങ്ങൾ ഒരാൾക്ക് വേണ്ടി, ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞത് പ്രവൃത്തി ചെയ്തേക്കണം നിങ്ങളുടെ തൻ വിധി അഥവാ കൊടുപ്പിനെ എന്ന് തമിഴിൽ പറയും. കൊടുപ്പിനെയാണ് ഞാനിപ്പോ പറഞ്ഞത്. ഇനി ഇത് കൊടുപ്പിനേക്ക് ഉൾത്തുടർവ് വെളിത്തുടർവ് എന്ന് പറഞ്ഞ തമിഴ് അസ്ട്രോളജി രണ്ടെണ്ണമാണ്. അപ്പൊ വെളിത്തുടർവ് നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരായിട്ടുള്ള പല ഡീലിങ്സ് ആണ്. മറ്റുള്ളവർ ഇങ്ങനെ തന്നെ ജനിക്കും. നിങ്ങളെ ദ്രോഹിച്ചിട്ടുള്ളവർ ജനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണി തരും. കാരണം അവർക്ക് അൺകോൺഷ്യസ്ലി ഈ ജന്മത്തിന്റെ ലെയർ അകത്ത് പോയാലും സബ് കോൺഷ്യസ് ലെവലിൽ അവരുടെ മനസ്സിൽ കിടക്കണ്ടാവും. അവർ നിങ്ങളെ കാണുമ്പോൾ തന്നെ നിങ്ങളോട് വിരോധം തോന്നും. അടുത്ത ജന്മം ജനിക്കുമ്പോൾ നിങ്ങൾ നന്മ ചെയ്തിട്ടുള്ള ആൾക്കാർ നിങ്ങൾക്ക് നന്മയും ചെയ്യാനായിട്ട് അടുത്ത ജന്മത്തിൽ വരും. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾക്ക് ആരൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ആരെങ്കിലും ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഈ ജന്മത്തിൽ കൂടെ ആരെങ്കിലും ഒക്കെ ആയിട്ട് എവിടെയെങ്കിലും ജനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. അതല്ല നിങ്ങൾ ദ്രോഹിച്ചു വിട്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുത്തിയിരുന്ന് പണി തരും. അതൊക്കെ എപ്പോഴൊക്കെ നിങ്ങൾക്ക് പണി കിട്ടാനുണ്ട്, എന്തൊക്കെ പണി നിങ്ങൾക്ക് കിട്ടും എന്നൊക്കെ ഉള്ളതൊക്കെ നോക്കുന്നത്, ഈ ജാതകം വെച്ച് നോക്കണത്, അറിയാൻ പറ്റുന്നത് നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിലെ കാര്യങ്ങളാണ് ഇത് വെച്ചിട്ട് അറിയാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് മൂർത്തിത്വ പരികൽപ്പ ശശവൃത വർമ്മ ആത്മനർജന്മന ആത്മീയ ആത്മവിധം കൃഷ്ണേതം ഭർത്താമര ജോഷ ലോകനം പ്രളയോദയ ശ്രീ പുശ്ചനേകാദേവ ശ്രു വാചന സാധനായികരണ ശ്രേയദീപ രവി എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ള ഹോരത്തെ അഹോരാത്തെ വികല്പമേക വാഞ്ചന്തി പൂർവാപര വർണ്ണലോപാൽ എന്നും പറഞ്ഞിട്ട് കർമാർജിതം പൂർവഭവേ സദാതി എഴുത്തസ്യ വക്തിം സമഭിവ്യനക്തി. അതായത് കഴിഞ്ഞ ജന്മത്തില് പൂർവാർജിത കർമ്മസ്യ ഫലം ജ്ഞേയേന ജാതകം. അപ്പൊ ജാതകം നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ ജന്മത്തിലെ ഫലം അറിയാൻ പറ്റുമെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ കൂടുതൽ പറഞ്ഞാൽ വലിച്ചു നീട്ടി പോകുന്നത് പോലെ ആയിപ്പോ. മാത്രമല്ല എനിക്ക് അടുത്ത കോളുകൾ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഗ്രഹങ്ങൾ അവിടെ തന്നെയുണ്ട്. നിങ്ങളുടെ തലയിലുള്ള നിങ്ങൾ ചെയ്ത പ്രവർത്തികൾ ഗ്രഹം എന്ന് പറഞ്ഞാൽ ഗ്രഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേടുക, അബ്സോർബ് ചെയ്യുക. എനർജി ലെവലിൽ നിങ്ങൾ ചെയ്ത ഓരോ കർമ്മം നിങ്ങളുടെ ബ്രെയിനിൽ ഗ്രഹിച്ചു വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ അടുത്ത ജന്മം ജനിക്കുമ്പോഴും ആ നിങ്ങളുടെ കപ്പാസിറ്റിയും കേപ്പബിലിറ്റിയും നിങ്ങൾ ചെയ്ത ഓരോ കർമ്മത്തിന്റെ ബലവും എല്ലാം അവിടെ തന്നെ ഉണ്ട്. അത് നിങ്ങളെ തേടി വരാതിരിക്കില്ല. ആവശ്യമുണ്ട് വിശ്വസിച്ചാൽ മതി. ഞാൻ പറയണൊന്നും കണ്ണടച്ച് വിശ്വസിക്കൊന്നും വേണ്ട. ഇഷ്ടമുള്ളത് മാത്രം എടുക്കുക, അല്ലാത്തത് തള്ളിക്കളയുക. ബാക്കിയുള്ള അടിപൊളി കമന്റ്സിന് ഞാൻ വീണ്ടും റിപ്ലൈ തരുന്നതായിരിക്കും in a positive sense. അപ്പൊ അതുകൊണ്ട് stay tuned to watch my videos. If you are watching my channel for the first time, go and watch from the first video. You can learn astrology
all things about astrology from this channel itself. നിങ്ങൾക്ക് ഇത്രയുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അർത്തീശ്വരായ.